ഞാൻ വളരെ സിമ്പിളായിട്ട് കഴിക്കുന്നുള്ളൂ, കാരണം ഞാൻ ചെറുതായിട്ട് ഡയറ്റിങ്ങിലാണ്. ഡയറ്റിങ്ങിലാണ് Too young for the ring ting. Now you wanna down to the kingpin. 68+1, that's a win-win. ഹലോ ഗായ്സ്, അപ്പോൾ ടെക് ട്രാവൽ ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ തീരെ ടെക്ക് അതുപോലെ ട്രാവൽ ബേസ്ഡ് വീഡിയോസ് മാത്രമേ ഉള്ളൂ, ഫുഡ് ആയിട്ടുള്ള വീഡിയോസുകളൊന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ വീഡിയോ നമ്മൾ ഫുഡ് ബേസ്ഡ് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ബഹ്റൈനിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബഹ്റൈനിൽ ഒരുപാട് മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ മലയാളികൾക്കൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരുപാട് നാടൻ കാഴ്ചകൾ, അതുപോലെ നാടൻ വിഭവങ്ങൾ, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി ഒത്തുനിക്കിയ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കിടിലൻ റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് ഇന്നത്തെ ആഴ്ചയിൽ ഞങ്ങൾ നിങ്ങളുമായി വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനൊക്കെ കിടിലനാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് കാണാം, ഞങ്ങളിപ്പോൾ ഒരു ഏർമാടത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതൊരു ഏർമാടായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കൊണ്ടൊക്കെ മേഞ്ഞ്, അതുപോലെ ഒരു പഴയ ഒരു ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊരു ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ അതിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെല്ലാണത്. അടിച്ചാൽ ആൾ താഴ്ന്ന മുകളിൽ വരുന്നത്. സംഭവം എന്തായാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് 2 വെൽക്കം ഡ്രിങ്ക്സ് കിട്ടി. കുലുക്കി സർബത്താണിത്, നമ്മളെ നാടൻ കുലുക്കി സർബത്താണ്. ഇതിൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഐസ് വാട്ടറൊക്കെ ഒഴിച്ച് ഇത് കുടിച്ച് നോക്കി അങ്ങനെ ഒരു ടേസ്റ്റ് എന്ന് പറയാം. അതെ, പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് വരുന്നുണ്ട്. എരിവുണ്ടോ? ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ പുളിയും അതുപോലെ ഈ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ നല്ല വരും. ശരിക്കും നമ്മുടെ നാട്ടിൽ അത് ബസ് സ്റ്റോപ്പിൽ പോകുന്ന ബസ്സുകളുടെ ടൈമിങ്ങും അതുപോലെ ബസ്സിന്റെ പേരുമാണ് എഴുതിയിട്ടുള്ളത്. സംഭവം നല്ലൊരു വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. സൂപ്പറാട്ടോ, ഒന്നും പറയല്ല. തട്ടുകടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ശരിക്കും നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലും അതുപോലെ നമ്മൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നത് പോലെയുള്ള ഒരു തട്ടുകടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് കാണാം. പക്ഷെ ഇത് എന്തൊക്കെയാണ് ഓരോന്നായിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതെന്താ വെച്ചാൽ നെല്ലിക്ക
പൈനാപ്പിൾ ഉപ്പിട്ട്. അതെ, പൈനാപ്പിൾ ഉപ്പിലിട്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ഇതാണ് പൈനാപ്പിൾ ഉപ്പിട്ട് അല്ലേ. അതുപോലെ നല്ല അടിപൊളി സൂപ്പർ ആപ്പിളാണ്. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് നെല്ലിക്കയുണ്ട്, നല്ല കുടുമാസം നെല്ലിക്കയുണ്ട്. ഒരു വട്ടം കഴിച്ചാൽ കഴിക്കില്ല. ഇതാണിപ്പോൾ ശരിക്കുള്ള മാങ്ങട്ടം. ഇത് കാണുമ്പോൾ ശരിക്കും മലയാളികളുടെ നാട് വരുന്നത്. കാരണം ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നതാണ് നമ്മൾ മലയാളികൾക്കൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ നാവിൽ കാണുന്നത് നല്ലോണം. ഈ വെറൈറ്റി അടുത്തത് ഇതാണ് പച്ചക്കാരറ്റ്. ക്യാരറ്റ് കുത്തിയിട്ട് ചോപ്പായിട്ട് അല്ല. ഇത് പഴയ കാലത്ത് നമ്മൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷേ നമുക്ക് ശരിക്കും കിട്ടിയിട്ടില്ല. ഇത് പഴയ കാലത്ത് അല്ല, സോഡ നാരങ്ങ തന്നെ അല്ല അത്. കോട്ടി സോഡ. കോട്ടി സോഡ. യെസ്, ഞാൻ മറന്നുപോയതാണ്. കറക്റ്റാണ്. അതെ, ശരിയാണ്. അതെ, ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു ട്രഡീഷണൽ ശീതള പാനീയം തന്നെയാണത്. ഞാൻ വളരെ സിമ്പിളായിട്ട് കഴിക്കുന്നുള്ളൂ, കാരണം ഞാൻ ചെറുതായിട്ട് ഡയറ്റിങ്ങിലാണ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ ഗൈസ്? അല്ലേ, കപ്പ നമ്മുടെ ഫേവറേറ്റ് ആണ്. ഇവിടെ പോലും കപ്പ കഴിക്കും നമ്മളത്. നല്ല നാടൻ നല്ല ബീഫുണ്ട്. നല്ല ബീഫ് പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീഫാണത്. അല്ല, എൻ്റെ അഭിപ്രായം എന്താ കാര്യത്തിൽ? എന്താണ് അഭിപ്രായം? ശരിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തുള്ളത്. വളരെ നല്ല ഭക്ഷണം, നല്ല ഫുഡാണ്. നല്ലൊരു നമ്മളെ നാടൻ തനി നാട്. നല്ല ഇവന്റുകളൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അല്ലേ? എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാർട്ടികൾ അതുപോലെയുള്ള ഒരുപാട് ഇവന്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഇവന്റുകളൊക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് ഇസ് റിയലി ഗുഡ്. നിങ്ങൾക്ക് കാണിച്ചു തന്നു ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മലയാളികളുടെ ഒരു ഗൃഹാതുരത്വം ഉളവാക്കുന്ന ഒരു കാഴ്ചകളാണ് മൊത്തത്തിലൂടെ നമ്മൾ കണ്ടത്. നമ്മുടെ ഫുഡ് വില്ലേജിൻ്റെ ഓപ്പറേഷൻ മാനേജറാണ് മിസ്റ്റർ ജോബി. അപ്പോൾ നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ആദ്യം ജോബിയുടെ പെർമിഷൻ വാങ്ങണം. അതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പം ഇതിപ്പോൾ എത്ര ആയിട്ട് ഇവിടെ 6 മാസമായി. ഇങ്ങനെയുള്ള ഒരു ഐഡിയ എത്രയും നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികൾക്ക് മിസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ ആരെയാണ്? ആക്ച്വലി ഇതുപോലെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, മസ്കറ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മുടെ അല്ല, നമ്മളൊരു അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ബെഹറിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്, തീം റെസ്റ്റോറൻറ്റ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ആദ്യം ഒരു പാർട്ടികളായിരുന്നു, ആദ്യത്തെ പാർട്ടികളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു നല്ലൊരാളെ കിട്ടി. അപ്പം പുള്ളിനെ കൊണ്ട് നമ്മുടെ ഐഡിയ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നു. അതെ അതെ. ഇവന്റുകളൊക്കെ ഇവന്റുകളൊക്കെ നടക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഇത് കൂടാണ്ട് പാർട്ടികളുണ്ട്. ഒരു 50 പേര് ഉപയോഗിക്കുന്ന ഒരു പാർട്ടികളുണ്ട്. പിന്നെ ഒരു 30 വരെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ആൾക്കാർ ഇവിടെ കുറച്ചൊരു ചെറിയൊരു ഫംഗ്ഷൻ ഇവിടെ തന്നെ നടത്തുന്നു. ഈ ചായക്കടയും അതുപോലെ തന്നെ ഈ കള്ളിഷാപ്പിലൊക്കെ ആൾക്കാർ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഇവിടെ തന്നെ നടത്തുന്നുണ്ട്. അതെ, ബാക്കിയെല്ലാം പിന്നെ മുകളിൽ എടുക്കണം.
അത് കൂടാണ്ട് നമുക്ക് അവിടെ ഒരു കാറ്ററിംഗ് ഉണ്ട്, പിന്നെ എന്തെല്ലോ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്കെല്ലാം എനിക്ക് ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഈ ആൽത്തറയും ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട്. ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം പോകുന്നത്. അപ്പോൾ വളരെ ഒരു നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. അപ്പോൾ താങ്ക് യു ജോബി, ഞങ്ങളുടെ ഈ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരിക, ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ വേണമെങ്കിൽ ഇനി വരട്ടെ. കാരണം നമ്മൾ മലയാളികളെ പോലത്തെയുള്ള മലയാളികൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, നിങ്ങൾ കാണാൻ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, പിന്നെ നീ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ് ടെക് ട്രാവൽ ആൻഡ് ഗുഡ് ബൈ.